ഹായ്, നമ്മള് പുതിയൊരു ഐസ് ബ്രേക്കിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ എസ്പെഷ്യലി നമ്മള് ആ ഒരു ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഐസ് ബ്രേക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ നമ്മൾ രാവിലെ നമ്മളൊരാളെ നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നോർമലി ഹായ് 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 ആണ് പറയുന്നത്. ഹലോ ഹലോ അല്ല, നമ്മൾ ഗുഡ് മോർണിംഗ് പറയാം അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, നമ്മൾ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന ഗുഡ് മോർണിംഗ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ നമ്മൾ നോർമലി ചെയ്യണേ? ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ പൊതുവെ ചെയ്യാറ്. പക്ഷെ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഓരോ രാജ്യത്തിൽ അവരെങ്ങനെയാണ് ഓരോ ഗുഡ് മോർണിംഗ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഗ്രീറ്റ് ചെയ്യുന്നത്, ഓരോ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ അവരെങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്, ആ രീതിയിലാണ് നമ്മൾ ആദ്യം ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം എങ്ങനെ ഇന്ത്യക്കാർ ഗ്രീറ്റ് ചെയ്യുന്നത്. നമസ്തേ. നമസ്തേ. അപ്പൊ നമ്മുടെ രണ്ട് കൈയും എന്ത് ചെയ്യുക, ഇങ്ങനെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ പിടിക്കുക. ഓക്കെ, എന്നിട്ട് നമസ്തേ. നമ്മൾ അധികം കുനിയാറില്ല, ഇന്ത്യക്കാർക്ക് അത്രയും ഒരു കുനിയാൻ പ്രയാസമുണ്ട്, നടുവിന് പ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോ നമസ്തേ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മള് ഓരോ പാർട്ട്നേഴ്സിന് ആദ്യം തന്നെ ഇവരോട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക. അവരോട് എന്ത് ചെയ്യുക, നമ്മളിപ്പോ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ട് അവരെന്ത് ചെയ്യണം, നമസ്തേ. ഓക്കെ, അതിനുശേഷം നമ്മൾ ചേഞ്ച് എന്ന് പറയണം. നമ്മൾ ചേഞ്ച് എന്ന് പറയുമ്പോഴേക്കും ഈ കുട്ടികൾ എന്ത് ചെയ്യണം, ആ പാർട്ട്ണറിനെ വിട്ടിട്ട് മറ്റൊരു പാർട്ട്ണർ അടുത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെയാണ് പിന്നെയും വരുന്നത്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുക, അവർ ചേഞ്ച് ചെയ്തിട്ട് വേറെ പാർട്ട്ണർ അടുത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ ആളുകളെ മാറ്റുന്നതോടുകൂടെ തന്നെ നമ്മൾ കൺട്രിയും നമ്മൾ മാറ്റുക. നമ്മളിപ്പോ ഇന്ത്യയിലായിരുന്നു, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് അറിയാവോ? എങ്ങോട്ട് പോകണം? ആഫ്രിക്ക. ആഫ്രിക്കയിലേക്ക് പോകണം, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. എവിടെ പോകണം? നമ്മള് അല്ല, അങ്ങനെ നമ്മൾ നേരെ പോണത് നമ്മുടെ ചൈനയിലേക്കാണ് നമ്മൾ പോണേ, നമ്മുടെ തൊട്ട അയൽ രാജ്യം അല്ലേ. അപ്പൊ ചൈനക്കാരായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാലോ. അപ്പൊ ചൈനക്കാരെങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എങ്ങനെയാണ്? ചൈനക്കാർക്ക് ഭയങ്കര വിനയോ അല്ലെ. അപ്പൊ ആദ്യം തന്നെ അവരുടെ റൈറ്റ് ഹാൻഡ് അവരെടുക്കും. റൈറ്റ് ഹാൻഡ് എടുത്ത് നമ്മുടെ നെഞ്ചത്തോട് ഇങ്ങനെ വെച്ച്, ഓക്കെ, ഇങ്ങനെ വെക്കാം. നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ പുറകിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ചൈനക്കാർ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വിനയമാണ്. അവർ നന്നായിട്ടൊന്ന് കുനിയും, ഇങ്ങനെ ഒന്ന് കുനിയും. ഓക്കെ, ഇങ്ങനെ കുനിയുന്ന സമയത്ത് ഫേസ് ടു ഫേസ് നോക്കാം. ഓക്കെ, അപ്പോ ഇവര് ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു ടേം ഉണ്ട്, നിൻഹാവ് എന്ന് പറയും. ഒന്ന് പറയാവോ? നിൻഹാവ്. അപ്പൊ ചൈനക്കാർ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നിൻഹാവ് എന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോരാ, ചൈനക്കാർ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ടോണിൽ വേണം നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ റെഡിയാണോ? ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ ചൈനയിൽ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, റെഡി, 1 2 3 ഗോ. നിൻഹാവ്. ഓക്കെ, ആ ഒരു ടോണും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ ചൈന കഴിഞ്ഞു, നമ്മൾ ഇനി ചേഞ്ച് എന്ന് പറയും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുക, വെവ്വേറെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക, അടുത്തൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. എവിടെ പോകണം? ആമസോൺ. ഓക്കെ, ആമസോൺ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. ഏതാണ്? നമ്മുടെ ഷോപ്പിംഗ് സൈറ്റ് അല്ല, ആമസോൺ റെയിൻ ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. അവിടെ കുറെ ട്രൈബൽസ് ഉണ്ട്. അപ്പൊ ആ ട്രൈബൽസ് എങ്ങനെയാണ് മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് നോക്കണേ. ഓക്കെ, അപ്പൊ ഞങ്ങള് ആമസോണിൽ വെച്ച് നമ്മൾ കണ്ടുപിട്ടുവാണ്. അപ്പൊ നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇവിടെ ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കാം. ഓക്കെ, ഹൂ, നല്ല ഉച്ചത്തിൽ പറയണം, ഹൂ പറയണേ. ഓക്കെ, റെഡി, 1 2 3 ഗോ. ഹൂ, ഹാ. ദെൻ അടുത്ത ഗിലി 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 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഗിലി ഗിലി ഗിലി. ഓക്കെ, റെഡി, 1 2 3 ഗോ. ഹൂ, ഗിലി 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 ഗിലി. ഓക്കെ, ഇതാണ് ആമസോണില് അവര് ട്രൈബൽസ് ഗ്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അഗൈൻ നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. നമ്മൾ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അടുത്തായിട്ട് നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? ഇത്തിരി തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവാ അല്ലെ. ഭയങ്കരമായിട്ട് തണുപ്പുള്ള സ്ഥലം ഏതാണ്? അന്റാർട്ടിക്കയിലേക്ക് പോകണം. ഐസ്ലൻഡിലേക്ക് നമുക്ക് പോവാം അല്ലെ. ആരോടെ പറഞ്ഞു നമുക്ക് ഐസ്ലൻഡിലേക്ക് പോവാം. അപ്പൊ ഈ ഐസ്ലൻഡില് നമ്മൾ നോർമലി നമ്മളിപ്പോ ഗ്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാ, ഇത് നമ്മൾ ചെയ്യുന്നതിന്റെ വേറെ ഹൈഫൈ അല്ലെ. ഹൈഫൈയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഭയങ്കര തണുപ്പ്. എല്ലാവരും തണുപ്പൊന്ന് കാണിച്ചേ. ഓക്കെ, ഇങ്ങനെ തണുപ്പാ അല്ലെ. അപ്പൊ ഇങ്ങനെ ഹൈഫൈ കൊടുക്കുന്ന സമയത്ത് തണുപ്പായതുകൊണ്ട് ഈ ഹൈഫൈ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? മിസ്സായിപ്പോ. ഓക്കെ, ഒന്ന് കാണിക്കാവോ? ഹൈഫൈ പറയുമ്പോ മിസ്സായി പോയിട്ട് പിന്നെ കിട്ടുന്നത് ഇവരുടെ കാല. ഈ കാല് കിട്ടും. അപ്പൊ കാല് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ഇങ്ങനെ എവിടെ ചെയ്യുന്നത്? ഐസ്ലാൻഡ്. അപ്പൊ അത് മാത്രം നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. 1 2 3 ഗോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് 4 സ്ഥലങ്ങളിൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഐസ് ബ്രേക്കർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.